കുടുംബസ്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ സമീപവാസി ഭീഷണിപ്പെടുത്തുന്നതായി പരാതിയുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നും നടപടി ഉണ്ടായിട്ടില്ലെന്നും പരാതിയിൽ പറയും. എൻ്റെ പേര് ദിലീപ് കുമാർ എന്നാണ്. ഞാൻ ചേർത്തല മുനിസിപ്പൽ 2-ാം വാർഡിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയുടെ പേരിൽ കലവൂർ വില്ലേജിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ 5-ാം വാർഡിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പേരിൽ അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് സംബന്ധിക്കുന്ന കാര്യത്തിൽ അവിടെ ചെന്നപ്പോൾ എന്നെ അതിൻ്റെ അടുത്തുള്ളവർ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ഒരു അപകടത്തിലുള്ള ഭിന്നശേഷിക്കാരനായതാണ്. അപ്പോൾ എൻ്റെ വികലാംഗൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും പറമ്പിൽ കയ്യേറ്റം ചെയ്യാൻ വരികയും അവിടുത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു, വേലിയൊക്കെ പൊളിച്ചു കളയുകയൊക്കെ ചെയ്തായിരുന്നു. നമ്മൾ അവർക്ക് വഴിയ കാര്യങ്ങളൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അവർക്ക് വേറെ ഓൾറെഡി വഴി കൊടുത്തിരുന്നിട്ടുണ്ട്. എന്നാൽ അത് പോരാതെ അവർക്ക് ഞങ്ങളുടെ പറമ്പിൻ്റെ മധ്യത്തിൽ കൂടെ തന്നെ വഴി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ വരികയും അതിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. കാരണം ആ സ്ഥലം വാങ്ങാൻ വന്നത് ഒരു ക്രിസ്ത്യാനിയായ ഒരാളായിരുന്നു. അപ്പോൾ ആൾക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞവർ ഹിന്ദുക്കളായതുകൊണ്ട് ആള് അവിടെ കുരിശ് വെക്കും. അതിൻ്റെയൊക്കെ പേരിലാണ് അവർ എന്നോട് പ്രശ്നം വെച്ചിരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വികലാംഗൻ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അവിടുത്തെ CI ആയിരുന്ന ടോൾസൺ സാർ ഇതിൽ ഇടപെടുകയും സാർ വന്ന് സ്ഥലം കാണുകയൊക്കെ ആയിരിക്കും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വഴി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ടോൾസൺ സാർ തന്നെ പറഞ്ഞു, ഒരു വസ്തുവിൽ കൂടെ 2 വഴിയൊന്നും തരാനായിട്ട് നിങ്ങൾക്ക് പറയില്ല. കാരണം ഈ വഴി തന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ പടിഞ്ഞാറ് അതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ പറമ്പിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് ന്യായമില്ല. അപ്പോൾ ന്യായമായ രീതിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒത്തുതീർപ്പാക്കാം എന്ന രീതിയിൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന വഴിയിൽ അതിലൊരാൾ മകൻ ശശികുമാറിന്റെ മകൻ ഷിബു എന്ന് പറയുന്നത് എന്നെ വികലാംഗൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും അവിടെ ഇനി പറമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കയ്യേറ്റം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ആള് ആ അവസരത്തിൽ ഖത്തറിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ആള് ഇപ്പോൾ കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിച്ചതിൽ ആള് അബ്സ്കോണ്ടിങ് ആണ്. ആളുടെ അച്ഛൻ മാത്രമേ ജാമ്യം എടുത്തിട്ടുള്ളതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. കുടുംബസ്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ സമീപവാസി ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. ചേർത്തല നഗരസഭ 22-ാം വാർഡിൽ വട്ടപ്പറമ്പിൽ ദിലീപ് കുമാറാണ് മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡ് പ്രീതികുളങ്ങരയിലാണ് സ്ഥലം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സമീപവാസിക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ തുടർന്ന് സ്ഥലത്തെത്തുമ്പോൾ ഭീഷണി തുടരുകയാണെന്നും കാട്ടി യുവാവ് വീണ്ടും അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഭീഷണി മൂലം സ്ഥലത്ത് പ്രവേശിക്കുവാനോ കൃഷി ചെയ്യുവാനോ സാധിക്കുന്നില്ലെന്നും ദിലീപ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ആ പറമ്പിലേക്ക് ചെന്നപ്പോഴും അവര് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പറയും, പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയൊക്കെ ചെയ്തായിരുന്നു. കാരണം വന്ന കാര്യം പറഞ്ഞത് ഞങ്ങൾ പറമ്പിൽ കയറി വാഴ വെച്ചു, ഇതാണ് പറയുന്നത്. അതായത് നമ്മൾ അവരെ അസഭ്യം പറയുകയോ ഒന്നും ചെയ്യാറില്ല. എന്നിട്ടും അവര് ഉപദ്രവിക്കാൻ വരികയും ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം മാനസികമായിട്ട് പിടിക്കുകയൊക്കെ ചെയ്തു. വികലാംഗൻ എന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെ വിളിക്കരുത്. അപ്പോൾ അവർ പറയുന്നത് ഞാൻ കള്ള വികലാംഗനാണ്, കള്ള രീതിയിൽ വികലാംഗ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുക. അപ്പോൾ മന്ത്രി കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഭിന്നശേഷി നീന്തൽ താരമാണ്, കായിക താരമാണ്, ക്രിക്കറ്റാണ്. അപ്പോൾ അതിനൊക്കെ മന്ത്രി അവരൊക്കെ എൻ്റെ വീട്ടിൽ അനുമോദിക്കാനൊക്കെ വന്നിരുന്നു. ആ ന്യൂസൊക്കെ കണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്കാർ, ഈ ആൾ ഷിബു എന്ന് പറഞ്ഞ ആൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നീ കള്ള സർട്ടിഫിക്കറ്റ്, വികലാംഗ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് നീ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫേമസ് ആയിട്ട് നടക്കുകയാണ്. എൻ്റെ ഫേസ്ബുക്കിലും അവിടെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി നിൽക്കും. ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങോട്ട് ആ പറമ്പിലേക്ക് കടക്കാനോ ഒന്നിനും അവർ സമ്മതിക്കുന്നില്ല. അവിടെ ചെന്നാൽ അവർ അപ്പുറത്ത് നിന്ന് തെറി പറയുക, അങ്ങനെയാണ്. കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നെങ്കിൽ അവിടെ നിന്ന് പോരും, അല്ലെങ്കിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി വീണ്ടും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ അവർ വഴക്കിനൊന്നും വരുന്നില്ലല്ലോ, നിങ്ങളിപ്പോൾ ഇതായിട്ട് നിൽക്ക് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അവർക്ക് കൊടുത്ത വഴി പോരാതെ അവർ ഈ വഴി ഇപ്പോൾ വെറുതെ, അതായത് കാശിന് മേടിക്കാൻ താല്പര്യമില്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ വേലി പൊളിച്ചിട്ട് കമ്മീഷനെ ആരെയോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പോലെ അവർ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന വഴിയാണെന്ന് പറഞ്ഞതിലൂടെ. കാരണം ഞങ്ങൾക്ക് അവിടെ ചായക്കട ഉണ്ടായിരുന്നതാണ്. ആ ചായക്കടയുടെ മധ്യത്തിലൂടെ അവർ വഴി നടന്നെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം ചായക്കട ഞങ്ങൾ അവിടെ നിന്ന് പൊളിച്ചു മാറ്റിയിട്ട്, അമ്മയ്ക്ക് വയ്യാതായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് 2 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും അവിടെ ഇതിലില്ല. പിന്നെ പൊതുപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകർ ആരും ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. കാരണം അവിടെ ആ ഏരിയയിൽ മുഴുവൻ പ്രശ്നക്കാരാണ്. അവര് എന്താ പറയുക, ആരുടെ വാക്കും കേൾക്കത്തുമില്ല. എല്ലാവരുമായിട്ട് ഇതുപോലെ ഓരോ കേസ് കൊടുത്ത് പോകുന്ന ഒരു ആൾക്കാരാണ്.